ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോ ആറ്റുകാൽ അമ്പലത്തിലെ 5ാം ഉത്സവത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ആദ്യം നമ്മൾ ഉച്ചയ്ക്ക് അമ്പലത്തിൽ പോയപ്പം കുത്തിയോട്ട കുട്ടികളെയൊക്കെ കണ്ടു. അത് കഴിഞ്ഞ് നമ്മൾ അമ്പയിൽ അന്നദാനം കഴിക്കാൻ പോയപ്പോൾ അന്നദാനം അവിടെ കഴിഞ്ഞ് നമ്മളിന്ന് ലേറ്റായിട്ടാണ് പോയത് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ കാർത്തിക ഓഡിറ്റോറിയത്തിൽ പോയിട്ട് അവിടെ നിന്ന് അന്നദാനം കഴിച്ച്. സാമ്പാറും വേറൊരു കറി, കിച്ചടി, നെല്ലിക്ക അച്ചാർ ഒക്കെ ഉണ്ടായിരുന്നു. ഇന്ന് കുറച്ച് കൂടുതൽ വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ. അന്നദാനമൊക്കെ കഴിച്ചതിന് ശേഷം ഞാനാണെങ്കിലും മോളെ ഓട്ടോ കയറ്റി മോളെയും കുഞ്ഞവനെ വിട്ടു. അതിനുശേഷം സിന്ധു ചേച്ചി ഞാനും കൂടെയാണ് കേട്ടോ അവിടെ നിന്നത്. ഇന്ന് മണക്കാട് ശാസ്താംകോവിലിൽ നിന്ന് ശാസ്താവ് നമ്മുടെ ആറ്റുകാലമ്മയെ കാണാനായിട്ട് വരുന്ന ഒരു ദിവസമാണ് 5ാം ഉത്സവത്തിൻ്റെ ദിവസം. ഈ കുത്തിയോട്ട കുട്ടികൾ നിന്നതുകൊണ്ട് നമുക്ക് കുറച്ച് വീഡിയോ ശാസ്താവിനെ കാണാനായിട്ടാണ് നമ്മൾ നിന്നത്. പക്ഷേ കുത്തിയോട്ട കുട്ടികൾ ഭയങ്കര ആറ്റുകാലമ്മയുടെ നട അടച്ചിരിക്കുന്നതുകൊണ്ട് നമ്മുടെ ശാസ്താവ് വിഷമിച്ച് ബാക്ക് നട വഴി പുറത്തിറങ്ങുന്ന ഒരു രംഗമാണ് കേട്ടോ ഇത്. ശാസ്താവ് തിരിച്ച് പോകും വഴി വീടുകളിലൊക്കെ പറ വയ്ക്കും കേട്ടോ. അപ്പം പറയൊക്കെ എടുത്തതിന് ശേഷമാണ് പോകുന്നത്. പത്രത്തിലൊക്കെ ഉണ്ടല്ലോ, ആന ഭയങ്കര ചൂട് സമയമുണ്ട് വെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കണമെന്ന്. അങ്ങനെ അവർ ഓസൊക്കെ ഇട്ട് ആനയുടെ പുറത്ത് വെള്ളമൊക്കെ ഒഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നേ. ഇത് തൊഴാനുള്ള ക്യൂ 3:30 മുതലേ അവിടെ കുറേ ആൾക്കാർ കമ്പിയിലേക്കകത്ത് അങ്ങ് നിൽക്കുകയാണ് കേട്ടോ. ഒത്തിരി ആൾക്കാർ. 5 മണിക്കല്ലേ നട തുറക്കത്തുള്ളൂ. അപ്പം 3:30 തൊട്ട് ആൾക്കാർ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. പിന്നെ കുത്തിയോട്ട കുട്ടികളെ കാണാനായിട്ട് ഫാമിലിയൊക്കെ വന്നതിൻ്റെ തിരക്കും കൂടിയാണേ. നമ്മുടെ സിന്ധു ചേച്ചി ഇതാ നിൽപ്പുണ്ട്.
അങ്ങനെ നമ്മൾ ഈ തിരക്കുകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ അടുത്തതായിട്ട് പോകാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാലേ, നമ്മുടെ അവിടെ 6 മണിക്ക് നമ്മുടെ ജനപ്രിയ നായകനായ ജയറാമിൻ്റെ പഞ്ചവാദ്യം അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കാണാനായിട്ടാണ് അടുത്ത തിരക്ക് മൊത്തം. ഇത് കുത്തിയോട്ട കുട്ടികളുടെ പാരൻസൊക്കെ നിന്നിട്ട് ഇങ്ങനെ ആ കുട്ടികളെയൊക്കെ കൈയൊക്കെ കാണിച്ച്, ഒരു കുട്ടികൾക്ക് ഭയങ്കര വിഷമമാണ് കേട്ടോ. അപ്പം അത് കാണുമ്പോൾ നമുക്ക് സങ്കടമാവും. പാരൻസിനെ കാണുമ്പോൾ വീട്ടിൽ പോവാണ്, വീട്ടിൽ വരുന്നെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കുട്ടികളൊക്കെ കരയും. ഇവിടെയാണ് കേട്ടോ പഞ്ചവാദ്യത്തിനായിട്ട് എല്ലാം സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട്. അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നു. ഞാനാണെങ്കിൽ നേരത്തെ നിൽക്കായിരുന്നു കേട്ടോ അവിടെ ഫ്രണ്ടിൽ തന്നെ. 6 മണിക്കാണ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ ഷൂട്ടിനും ഒക്കെ ആയിട്ട് നിറയെ ആൾക്കാർ, യൂട്യൂബേഴ്സ് ആയിരുന്നാലും അല്ലാതെ ചാനലിലെ TV ചാനലിൽ ഒത്തിരി ആൾക്കാരും ഒക്കെ ഉണ്ടായിരുന്നു, ഒരുപാട് പേര്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ തിരക്ക് കൂടിക്കൂടി വരുമായിരുന്നു കേട്ടോ. നമ്മുടെ ജയറാമേട്ടനെ കാണാനായിട്ടുള്ള ആളുകളുണ്ടോ, എൻ്റെ പൊന്നോ, ജനപ്രവാഹം തന്നെയായിരുന്നു. എന്ത് പറയാനാ, നമുക്ക് ജയറാമിനെയൊന്നും കിട്ടിയതേ ഇല്ല. കുറച്ച് ഷോട്ടൊക്കെ കിട്ടിയുള്ളൂ. എല്ലാം കൂടി തകിടം മറിഞ്ഞ് അവരെ കയ്യിലേ നിന്നില്ല. ജയറാം വന്നപ്പം എല്ലാ ആൾക്കാരും കൂടി അങ്ങ് അവരെല്ലാം ക്ലിയർ ചെയ്ത്, ഇത്രയും സ്പേസ് ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ എല്ലാം ക്ലിയർ ചെയ്ത് വെച്ചിരിക്കുമായിരുന്നു കേസ്. പക്ഷേ എന്താ പറയുക, എല്ലാ ആൾക്കാരും കൂടി ഈ ഫോട്ടോഗ്രാഫേഴ്സൊക്കെ അവിടെ ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പം ഈ ബാക്കിൽ നിൽക്കുന്നവർക്കും ഇരിക്കുന്നവർക്കൊന്നും കാണാൻ പറ്റാത്ത ദേഷ്യവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒത്തിരി പോലീസും സെക്യൂരിറ്റിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്താ, ആ സമയത്ത് ആർക്കും നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് പോയി കേട്ടോ. കൈവിട്ട് പോയി എല്ലാവർക്കും. പോലീസൊക്കെ അങ്ങനെ നിൽക്കുമായിരുന്നു. എന്താ, അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മൊത്തത്തിൽ എല്ലാവരും കൂടി അങ്ങ് ഓടി, അങ്ങ് ആരെയും കാണാൻ പറ്റില്ല. ആ കുറച്ച് പേർക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ബാക്കി ഫുള്ള് കമ്പിയുടെ മേളിലും ഒക്കെ കയറി നിന്ന്. പക്ഷെ എന്ത് ചെയ്യാനായിട്ട്, കാണാനേ പറ്റിയിട്ടില്ല. തിക്കും തിരക്കും കാരണം ആകെ വെപ്രാളായി. എങ്ങനെയെങ്കിലും ഇറങ്ങി എല്ലാവരും ചൂടും ആകെ ഒരു അവസ്ഥയിലായിപ്പോയി. ഞാൻ ഒട്ടും വൈകാതെ തന്നെ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നേരെ വിട്ടത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മണക്കാടാണ് കേട്ടോ. മണക്കാട് PRW റെസിഡൻസ് കാണാനും ഷൂട്ട് ചെയ്യാനും കൂടിയാണ്. അപ്പോൾ നമ്മൾ പോയപ്പോൾ വിളക്കിട്ടൊക്കെ ഒരുക്കി വെച്ചിരിക്കുകയായിരുന്നേ. ഞാൻ അവിടെ പോവാതിരുന്നെങ്കിൽ ഭയങ്കര മിസ് ചെയ്തിന. അത്ര ഒരു ഗ്രാൻഡ് അടിപൊളി വിളക്കിട്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ. PRW അംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ചെറുക്കുട്ടൻ ഈ കൊട്ടൊക്കെ കണ്ട് ഹാപ്പി ആയിട്ടിരിക്കുകയായിരുന്നു. വിളക്കിട്ട് എടുക്കുന്ന മുമ്പേ അവിടെ
നമ്മളെ നിവാൻ ബേബിയും നമ്മുടെ ചെറുക്കുട്ടനും ഒക്കെ ആയിട്ട് കണ്ണും നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഒന്നും സംസാരിക്കാറ്. ഇത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം വീട്ടിൽ പോയി കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഈ കൊട്ടടിക്കുന്നവരൊക്കെ കാപ്പിയൊക്കെ കുടിക്കാനായിട്ട് നിൽക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് വിളക്കിട്ടൊക്കെ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തത്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. ഇതാണ് നമ്മുടെ ഗീതമാമി. വിളക്കിട്ടെടുത്തതിന് ശേഷം അത് ചുറ്റി വരണം കേട്ടോ. ചുറ്റി മണക്കാട് ജംഗ്ഷനിൽ വരും. അതിന് മുന്നേ തന്നെ വേറെ വിളക്കിട്ടുകളൊക്കെ വരുമായിരുന്നു. ഇന്ന് ഒരുപാട് 5-ാം ദിവസം ആയതുകൊണ്ട് ഒരുപാട് വിളക്കിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറുക്കുട്ടൻ നല്ല ഉറക്കമായി. പക്ഷേ നിവാൻ ബേബി എല്ലാം കണ്ടുകൊണ്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. നമ്മുടെ ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ആദ്യം കണ്ടില്ലേ വിളക്കിട്ട്, അത് മണക്കാട് ജംഗ്ഷനിലെത്തി. അടിപൊളി വിളക്കിട്ടായിരുന്നു കേട്ടോ. നല്ല ഗ്രാൻഡ് വിളക്കിട്ട്. DJ ഒക്കെ ഉണ്ടായിരുന്നു.
ശേഷം മോളും മോനും കൂടി അമ്പലത്തിൽ പോയായിരുന്നു. അതിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇത്. നൈറ്റ് ഒരു 11 മണിയായിട്ടുണ്ടേ. സ്റ്റേജിൽ പ്രോഗ്രാംസൊക്കെ നടക്കുമായിരുന്നു. പക്ഷെ തൊഴാനായിട്ട് അധികം ആരും ഇല്ലായിരുന്നെന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ വിട്ടുകൊണ്ടിരിക്കുമായിരുന്നു ക്യൂ ഒക്കെ. എന്നുവെച്ചാൽ നട അടയ്ക്കാറായതുകൊണ്ടാവാം. നട 11 മണിയായിട്ടേ ഉള്ളൂ. പക്ഷേ വിളക്കെട്ട് ഒത്തിരി വന്ന് അവിടെ നിൽക്കുമായിരുന്നു. പിന്നെ വിളക്കെട്ട് വന്നുകൊണ്ടിരിക്കുമായിരുന്നു. ഇവിടെ ഹരിഹരൻ സാറിൻ്റെ ഗാനം വീഡിയോ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം കേട്ടോ. ഒരു നാരങ്ങ വെള്ളം കുടിച്ച് വൈൻഡപ്പ് ചെയ്യാം.